എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മീം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ പറ്റിയാണ്. മീം എന്നുള്ള വാക്ക് ഒരു പക്ഷേ ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. കാരണം നമ്മളൊരു പിക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ആയിക്കോട്ടെ, ഏതെങ്കിലും സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ ഡിജിറ്റലി ഉള്ള മാധ്യമങ്ങൾ വഴിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ധാരാളമായിട്ട് കാണാറുണ്ട്. ഇതൊരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് മീം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുണ്ട്. അത് ഒരു മലയാളം തമിഴ് പഠന സഹായി ആയിട്ടുള്ളൊരു ബുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലി അവരുടെ ആ ബുക്കിൻ്റെ സെയിൽസിന് വേണ്ടി അത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോളുക, ഇതാണ് സിമ്പിളായിട്ട് മീം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നീ പോമോനെ ദിനേശ എന്ന് തുടങ്ങി അനവധി ഹിറ്റായിട്ടുള്ള ഡയലോഗുകൾ നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ സിനിമകളിലെ മുതൽ ഇന്നത്തെ പുതിയ സിനിമകൾ വരെയുള്ള ഓരോ ഫിലിമിലെയും വളരെ ഹിറ്റാവുന്ന ഡയലോഗുകൾ നമുക്ക് കാണാം. ചിലപ്പോഴൊക്കെ ഓരോ ബ്രാൻഡുകളും ഓരോ പ്രൊഡക്റ്റുകളും എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ മീം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്: പീപ്പിൾ വിത്ത് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഹാവ് എ ബെറ്റർ സെൻസ് ഓഫ് ലൈഫ്. നമുക്കെപ്പോഴും നമ്മൾ ഹ്യൂമർ മാർക്കറ്റിങ്ങിനെ പറ്റി മനസ്സിലാക്കിയതാണ്, ഈ സീരീസിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആളുകളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, തമാശ രൂപേണയുള്ള എന്ത് കാര്യവും ആളുകൾ ശ്രദ്ധിക്കാൻ കൂടുതൽ ഇടയാവുന്നൊരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പം മീം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിലൂടെ കൂടുതലും നർമ്മം കലർത്തിയിട്ടുള്ള ഡയലോഗുകൾ, സിനിമയിലെ പല സാഹചര്യങ്ങൾ, പല സീനുകൾ, പലപ്പോഴും ഞെട്ടി നിൽക്കുന്ന, ചിലപ്പോൾ ജഗതിയുടെയോ അല്ലെങ്കിൽ അജു വർഗീസിൻ്റെയോ ഒക്കെ മുഖമായിരിക്കും ചിലപ്പോൾ ആ ഒരു ഭാവം തന്നെ എടുത്ത് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി, അല്ലെങ്കിൽ എന്താ ദാസ നമുക്ക് ഈ ഐഡിയ നേരത്തെ തോന്നാതിരുന്നത് എന്നുള്ള ഫേമസ് ഡയലോഗൊക്കെ ഉണ്ടല്ലോ. ഇത് പല പ്രൊഡക്റ്റുകളും പല കമ്പനികളും പല സാഹചര്യങ്ങളും എടുത്തത് പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം. ഇതിന് പറയുന്ന പേരാണ് മീം മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പം മീമും ഹ്യൂമറും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. എപ്പോഴും രസകരമായ സാഹചര്യങ്ങളെയാണ് കൂടുതൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പല ബ്രാൻഡുകളും പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യാറ്. അപ്പോൾ ബ്രാൻഡുകൾ എന്തുകൊണ്ട് മീം മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇവിടെ സിമ്പിളാണ്. ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുക, ആളുകൾ ഇഷ്ടപ്പെടുന്ന നല്ല ഡയലോഗുകൾ, ഫേമസായ ഹിറ്റായ ഡയലോഗുകളുമായിട്ട് ഒരു പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. ബെനിഫിറ്റ് ഓഫ് മീം മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമറുമായിട്ട് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു. കാരണം അവർക്ക് വളരെ പരിചിതമായ ചില സാഹചര്യങ്ങൾ, ചില സീനുകൾ, ചില ഡയലോഗുകൾ ഇതുമായിട്ടൊരു പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും, ആളുകൾ കൂടുതൽ ഷെയർ ചെയ്യാനും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. വളരെ ചിലവ് ചുരുങ്ങിയ ഒരു മാർഗം തന്നെയാണിത്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനോ നമ്മുടെ സർവീസിനോ ഉചിതമായ ഒരു സാഹചര്യം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചില എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ മലയാളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് അക്രോസ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബിഗ് ബസാർ പോലുള്ള ബ്രാൻഡ്, ബിഗ് ബസാർ നമുക്കെല്ലാം പരിചിതമായ ഒരു വലിയ സ്ഥാപനമാണ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ. അവരവരുടെ കുക്ക് വെയർ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വർഷങ്ങൾ മുന്നേ തന്നെ ഫേമസ് ക്രിക്കറ്ററായിട്ടുള്ള പാകിസ്ഥാനി ആയിട്ടുള്ള ഇമ്രാൻഖാൻ്റെ ചില വിവിധ മുഖഭാവങ്ങൾ, അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, കുക്ക് വെയർ വാങ്ങിക്കൊടുത്താലോ അമ്മ നല്ല ബിരിയാണി വെച്ച് തരും, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ 2-3 പിക്ചറുകൾ വെച്ച് ചെയ്തത് നല്ല ഹിറ്റായ ഒരു ക്യാമ്പയിനായിരുന്നു ബിഗ് ബസാറിൻ്റെ. അതുപോലെ തന്നെ ബ്രാൻഡ് ഫാക്ടറി എന്ന് പറയുന്ന സ്ഥാപനം, അലിയ ഭട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസിനെ വെച്ച് ചെയ്ത ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതും വളരെ രസകരമായിരുന്നു. കാരണം അവർ ഒരു സിനിമയിൽ കരയുന്ന ഒരു സീൻ എടുത്തിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രാൻഡ് ഫാക്ടറിയിൽ പകുതി വിലയ്ക്ക് ഡ്രസ്സ് കിട്ടും, അല്ലെങ്കിൽ പഴയ ഡ്രസ്സുകൾ കൊണ്ടുപോയി കൊടുത്താൽ പുതിയ ഡ്രസ്സ് കിട്ടും എന്നൊക്കെ ഉള്ള കാര്യം കേട്ടിട്ട് കരയുന്നത്, അതറിയാതെ അവർ ആ സന്തോഷത്താൽ കരയുന്നതോ അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം മിസ്സായി പോയതിനെ ബേസ് ചെയ്ത് കരയുന്നതോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സീൻ എടുത്ത് പ്രൊമോട്ട് ചെയ്ത് ഹിറ്റാക്കിയതാണ്. അതുപോലെ ഓരോ ബ്രാൻഡുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഇന്ത്യയിൽ ഉള്ള പ്രമുഖമായ ബ്രാൻഡുകളായിരിക്കാം, ഇല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ബ്രാൻഡുകളായിരിക്കാം, പലരും ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഈ സൊമാറ്റോ ചെയ്ത ഒരു ക്യാമ്പയിൻ വളരെ രസകരമായിരുന്നു. കാരണം നമുക്ക് പലപ്പോഴും അറിയാം, സുഹൃത്തുക്കളായിട്ടുള്ള പലരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി കഴിയുമ്പോൾ ബില്ലടയ്ക്കേണ്ട സമയം വരുമ്പോൾ ചിലരുണ്ട് ഇങ്ങനെ പേഴ്സൊക്കെ ഇങ്ങനെ പതുക്കെ നോക്കിയിട്ട്, അയ്യോ എനിക്കൊരു ഫോൺ വന്നു, ഒന്ന് ഫോണൊക്കെ എടുത്ത് പതുക്കെ സംസാരിക്കാൻ പോകുന്നത്. ആ ബില്ലടയ്ക്കാതിരിക്കാനുള്ള ന്യായം കണ്ടെത്തുന്ന ആൾക്കാർ മിക്ക കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവാറുണ്ട്. ഇതിനെ
ഒരു രസകരമായ രൂപത്തിൽ സൊമാറ്റോ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സുഹൃത്തിനെ പറ്റി ഓർമ്മ വരികയാണെങ്കിൽ ആ സുഹൃത്തിനെ ടാഗ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇടുകയും ഒരു ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ്. അവർക്ക് 40% ഒക്കെ ഡിസ്കൗണ്ടിൽ ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് സൊമാറ്റോ വഴി സാധിക്കും. ഇതൊരു ഗിഫ്റ്റ് ചെയ്യുന്നൊരു ക്യാമ്പയിനായിരുന്നു. റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ബില്ലടയ്ക്കാൻ നേരത്ത് സാധാരണ ചിലപ്പോൾ സംസാരിക്കാറുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് അവർ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ചെയ്തത് വളരെ രസകരമായിരുന്നു. അതുപോലെ നെറ്റ്ഫ്ലിക്സ് ചെയ്തൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞ തവണ ക്രിസ്മസിൻ്റെ സമയത്തുള്ള പ്രൊമോഷനിലായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. കാരണം പലപ്പോഴും നെറ്റ്ഫ്ലിക്സിൻ്റെ പാസ്വേഡ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആർക്കെങ്കിലുമൊക്കെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു യൂസർ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് ആ പാസ്വേഡ് ഒന്ന് കിട്ടുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കാണാമായിരുന്നല്ലോ, സീരീസുകൾ കാണാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് നെറ്റ്ഫ്ലിക്സ് കൊണ്ടുവന്ന മീം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഐ വാണ്ട് ഫോർ ക്രിസ്മസ് ഈസ് യുവർ നെറ്റ്ഫ്ലിക്സ് പാസ്വേഡ് എന്നായിരുന്നു. അതായത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് വേണ്ട വലിയ ഗിഫ്റ്റ് നെറ്റ്ഫ്ലിക്സിൻ്റെ പാസ്വേഡ് കിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ടുള്ള ക്രിസ്മസ് പപ്പയോട് ചോദിക്കുന്നതൊക്കെ ആയിട്ടുള്ള ക്യാമ്പയിനുകൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിച്ചൊരു കാര്യമായിരുന്നു. വളരെ പോപ്പുലറായി ഈ ബ്രാൻഡിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനത് സഹായിച്ചിരുന്നു. ഇനി നമ്മൾ വിചാരിക്കും ഇത് ഒരു അല്പം ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ യൂത്ത് ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ മാത്രമാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നല്ല. വലിയ ബ്രാൻഡുകൾ, ഇനി വലിയ സോഫ്റ്റ്വെയർ കമ്പനികൾ വരെ അല്ലെങ്കിൽ വലിയ ടെക് കമ്പനികൾ, സിസ്കോ പോലുള്ള ബ്രാൻഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വരെ മീം മാർക്കറ്റിങ്ങിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 2 പിക്ചറുകൾ വളരെ സിമ്പിളായിട്ട് കൊടുത്തുകൊണ്ട്, അതായത് ഒന്ന് വളരെ മെസ്സപ്പായിട്ട് കിടക്കുന്ന നെറ്റ്വർക്കിംഗ് ഒക്കെ ആകെ മോശമായിട്ട് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ നിറയെ വയറുകളൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പിക്ചറും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്ത് അവിടുത്തെ IT സെറ്റപ്പൊക്കെ വളരെ ഭംഗിയായിട്ടിരിക്കുന്ന പിക്ചറും കാണിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത സിസ്കോയുടെ മീം വളരെ ഹിറ്റായതായിരുന്നു. കാരണം അത് വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് ചില ഇമേജുകളായിക്കോട്ടെ ചില ഡയലോഗുകളായിക്കോട്ടെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പർട്ടിക്കുലർ ബിസിനസ്സുമായിട്ട് പെട്ടെന്ന് അതിനെ കണക്ട് ചെയ്യാനും അത് ഏത് തരം ബിസിനസ്സിനും സാധിക്കുമെന്നുള്ളതാണ് സിസ്കോയുടെയൊക്കെ ഉദാഹരണം കാണിക്കുന്നത്. ഇനി JCB നമുക്കറിയാവുന്ന ഒരു ബ്രാൻഡാണ്. അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരും മേടിക്കുന്ന അല്ലെങ്കിലും JCB വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. JCB എന്നാണ് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ബ്രാൻഡ് ഇന്ന് ആ ഒരു ഉൽപ്പന്നത്തെ തന്നെ അങ്ങനെയാണ് എല്ലാവരും വിളിക്കുന്നത്. ശരിയായ പേരെന്താണെന്ന് പോലും ആരും ചിന്തിക്കില്ല, JCB ആയി മാറിയതിനൊക്കെ. അപ്പോൾ ഈ JCB ചെയ്തൊരു കാര്യം, ബാഹുബലി സിനിമയൊക്കെ വന്നപ്പോൾ നമുക്കറിയാം ബാഹുബലിയിലെ നായകൻ വളരെ കരുത്തനായ നായകൻ്റെ പല സാഹചര്യങ്ങളും വെച്ചുകൊണ്ടാണ് JCBനെ കണക്ട് ചെയ്തിട്ട് ചില മീമുകൾ വന്നത്. അപ്പോൾ ഏത് തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ നോക്കിക്കോളൂ, വളരെ രസകരമായിട്ട് ആളുകളിലേക്ക് ചില സിനിമയുടെയോ ചില ഹിറ്റായ സാഹചര്യങ്ങളോ എടുത്തുകൊണ്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന ഈ കാര്യത്തെയാണ് മീം മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ശശി തരൂരൊക്കെ ഇംഗ്ലീഷ് ഭയങ്കരമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും ചില വാക്കുകളും ഒക്കെ വളരെ ഹിറ്റായതാണ്. ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങളിലേക്ക് ചില മീമുകൾ കാണുമ്പോൾ ഇവൻ ശശി തരൂരിൻ്റെ ഫേമസ് ഡയലോഗ് ഒരു വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ് മീം മാർക്കറ്റിംഗ്. ഇനി ഇങ്ങനെ ഒരു മീം മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നിങ്ങളുടെ ബിസിനസ്സിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചില പോയിന്റുകളൊന്ന് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ് ഇസ് ബി എ നാറ്റീവ്. എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു ഡിജിറ്റൽ റൈറ്റിങ്ങിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം, നല്ലൊരു അവെയറായിരിക്കണം. നമ്മൾ വലിച്ചു വാരി ഒരുപാട് എഴുതുക എന്നുള്ളതല്ല, ഒരു പോസ്റ്ററോ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൻ്റെ കൂടെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ചെറിയ 1-2 ലൈനുകൾ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് ആ ഡിജിറ്റൽ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇന്ന് ഡിജിറ്റലി ആളുകൾക്ക് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള റൈറ്റിങ്ങിന് നമ്മളതിന് പറ്റിയ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക, നല്ല കണ്ടൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. ബി റിലേറ്റബിൾ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എല്ലാ ഒരു സാഹചര്യങ്ങളും ആൾക്കാർക്ക് എല്ലാം പരിചിതമാവണമെന്നില്ല. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല സാഹചര്യങ്ങളെടുത്ത് നമ്മുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ ഉചിതമായതാണ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ട ആൾക്കാരൊക്കെയാണ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മീമുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. വാച്ച് യുവർ ടൈമിംഗ് എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ്. കാരണം നമുക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൻറ്റേജിൽ റൈറ്റ് പ്ലേസിലൊക്കെ എത്താൻ പറ്റണമെങ്കിൽ വളരെ ആനുകാലിക പ്രസക്തിയുള്ളതോ വളരെ ഹിറ്റായി നിൽക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കണം. വളരെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയ പണ്ടത്തെ കാലത്ത് നിന്ന് ഡയലോഗ് എടുത്ത ഇന്നത്തെ ആളുകൾക്ക് ചിലപ്പോൾ അറിയണം എന്നില്ല. ഇന്ന് ആളുകൾ കൂടുതൽ കണ്ടും കേട്ടും മനസ്സിലാക്കി വൈറലായിട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങളെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ മീം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ മികച്ചതാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മളെ ആളുകളെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മീം മാർക്കറ്റിംഗ്. വളരെ സിമ്പിളും റെലവൻറ്റുമായിട്ടുള്ള കണ്ടൻറ്റുകൾ കണ്ടെത്തുക, വളരെ ഭംഗിയായിട്ട് അതിനെ അവതരിപ്പിക്കുക, ബിസിനസ്സിൽ വിജയം നേടുക. താങ്ക് യു സോ മച്ച്.